ഹായ്, നമ്മളെ കസ്റ്റമർ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഈ നെയിൽ ലിക്വിഡ് ഉണ്ടാക്കുന്നത്. പിന്നെ എന്നോട് കുറേ കസ്റ്റമേഴ്സ് ചോദിക്കാറുണ്ട് ഇയാളിതെങ്ങനെയാണ് ഉണ്ടാക്കാറെന്ന്. അപ്പം ഞാൻ പറഞ്ഞു കൊടുക്കുമ്പോൾ ചില കസ്റ്റമേഴ്സിന് മനസ്സിലാവും, ചിലവർക്ക് മനസ്സിലാവില്ല. അപ്പോൾ അങ്ങനത്തെവർക്കും കൂടി ഉള്ളതുണ്ട് ഈ വീഡിയോ. അപ്പോൾ നമ്മളോട് കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇയാൾ ലിക്വിഡ് ഉണ്ടാക്കുമ്പോൾ കുറച്ച് മൈലാഞ്ചിയുടെ ഇലയും കൂടി ആഡാക്കിയിട്ട് അവർക്ക് ഉണ്ടാക്കി കൊടുക്കുമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ കുറച്ചല്ല, കുറേ അധികം മൈലാഞ്ചിയുടെ ഇല ഞാൻ ആഡാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് എന്താവും നമുക്കറിയില്ല, എന്നാലും നമുക്ക് ഉണ്ടാക്കി നോക്കാം. എന്തായാലും ലിക്വിഡൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ടെസ്റ്റ് ചെയ്തിട്ട് എന്തായാലും കസ്റ്റമർക്ക് കൊടുക്കുള്ളൂ. എന്നാ വായോ നമുക്ക് ഉണ്ടാക്കാം. നല്ലോണം മിക്സാക്കി എടുക്കട്ടെ നമ്മളെ ലിക്വിഡ് ഉണ്ടാക്കുന്നത്. മിക്സാക്കി എടുത്തിട്ട് ഞാൻ ഏകദേശം ഒരു വലിപ്പമുള്ളൊരു പാട്ടെടുത്തിട്ടുണ്ട്. എന്നിട്ട് പിന്നെ അതിൻ്റെ ഉള്ളിൽ ഇറക്കി വെക്കാൻ ഒരു ചെറിയൊരു പാട്ടെടുത്ത് വെച്ച് വെക്കുന്നുണ്ട് കേട്ടോ. നമ്മളെ ലിക്വിഡ് വറ്റിപ്പോണ്ടിരിക്കാൻ വേണ്ടി വെക്കണതാണ്. എന്നിട്ട് നമ്മൾ ആ മിക്സ് എടുത്തിട്ട് അതിൻ്റെ ചുറ്റും അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കുറേ അങ്ങോട്ട് വാരി ഇട്ട് കൊടുക്കാണ്ടിരിക്കുക, അത്യാവശ്യം കുറച്ച് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് വേറൊരു പാത്രം എടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് നമുക്ക് വെച്ചെടുക്കുക. അതിൻ്റെ ഉള്ളിലേക്ക് ആ ചെറിയ പാത്രം മുകളിലേക്കാണ്ട് വെച്ചെടുക്കുക. ഇതൊക്കെ ഞാൻ യൂസ് ചെയ്യുന്നതിന് അതിന് കളറൊക്കെ ഇങ്ങനെ ഇട്ടാ. എന്നിട്ട് നമുക്ക് അതിന് മേച്ചാണൊരു മൂടി എടുത്തിട്ട് മൂടിയിട്ട് അതിൻ്റെ ആ മൂടിയുടെ ഉള്ളിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് ഒരു വെയിറ്റൊക്കെ കയറ്റി വെച്ചിട്ട് നമുക്കത് കത്തിച്ചെടുക്കാം. കത്തിച്ചിട്ട് ഏകദേശം ഒരു 30 മിനിറ്റൊക്കെ ആയി വരുമ്പോൾ അങ്ങോട്ട് സെറ്റായി വരും. ഇനി അതിൻ്റെ ഉള്ളിലത്തെ അവസ്ഥ നമുക്ക് അങ്ങനെയൊന്നും അറിയില്ല കേട്ടോ. സെറ്റായി വന്നിട്ടുണ്ട്. ചൂടാറുമ്പോൾ നമുക്ക് തുറന്ന് നോക്കാം. മാഷാ അല്ലാഹ്, അത്യാവശ്യം ലിക്വിഡൊക്കെ ഉണ്ട്, കളറൊക്കെ ഉണ്ട്. എന്നിട്ട് നമുക്കൊരു പാത്രത്തിൽ അങ്ങോട്ട് വയ്ക്കാം. അങ്ങനെ നമ്മൾ 3 തവണ ആയിട്ട് ഉണ്ടാക്കിയ ലിക്വിഡാണ് ഈ പാത്രത്തിലുള്ളത്. എന്നിട്ട് നമുക്ക് അതിന് ടെസ്റ്റ് ചെയ്യണ്ടേ. അങ്ങനെ എൻ്റെ കൈമ്മൽ നമുക്ക് ഇട്ട് നോക്കാം. എൻ്റെ കൈമ്മ ഓൾറെഡി മൈലാഞ്ചി ഉണ്ട്, എന്നാലും നമുക്ക് അടിയിൽ നോക്കിയാൽ അതിൻ്റെ കളർ മനസ്സിലാവുമല്ലോ. അത് രാത്രി ഇരുന്നിട്ട് ഞാൻ ഇടുന്നത്. ഞാൻ ആ ലിക്വിഡ് ഫുള്ളും പേസ്റ്റാക്കി വെച്ചില്ല കേട്ടോ, ചിലപ്പോൾ ചോന്നില്ലെങ്കിലോ. അപ്പം ഗെയ്സ് എല്ലാം വല്ലമ്പോൾ ഞാൻ ഇട്ടുണ്ട് കേട്ടോ മൈലാഞ്ചി. ഒരു ഓവർനൈറ്റ് ഫുള്ളായിട്ട് ഞാൻ ഇട്ടുണ്ടായിരുന്നത്. അപ്പം നമുക്ക് റിസൾട്ട് നോക്കാം. മാഷാ അല്ലാഹ്, ഫ്രഷ് സ്റ്റെയിൻ തന്നെ നല്ല റിസൾട്ട് ഉണ്ട് കേട്ടോ. ഞാൻ കയ്യിലടിയിൽ വേറെ മൈലാഞ്ചി നമ്മളെ ഓർഗാനിക് കോൺസ് വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് അപ്പോൾ കസ്റ്റമർക്ക് ധൈര്യമായി കൊടുക്കാം.